ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ജനറൽ ആരായിരുന്നു? ഉത്തരം ജനറൽ ഡയർ. ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഉദ്ധം സിംഗ്. ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത്? ഉത്തരം കോമൺവെൽത്ത്. സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ത്രിലോചൻ പൊക്രേൽ. ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത്? ഉത്തരം 1930 മാർച്ച് 12. ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഉത്തരം 61 വയസ്സിൽ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഉത്തരം ശ്യാം ശരൺ. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലബാർ കലാപം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഝാൻസി റാണി. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം VD സവർക്കർ. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1921. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു.
സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയൻ ആരാണ്? ഉത്തരം KPR ഗോപാലൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം ഏതാണ്? ഉത്തരം വരിക വരിക സഹചരേ. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം അംശി നാരായണൻ പിള്ള. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി? ഉത്തരം പ്രീതിലത വഡേദാർ. പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്ത. മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏത്? ഉത്തരം അൽ ഹിലാൽ. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കമ്പനി ഏതാണ്? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? ഉത്തരം 1950 ജനുവരി 26. സാരേ ജഹാം സേ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ദാദാബായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1885 ഡിസംബർ 25. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ഉത്തരം ആനി ബസന്റ്. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത്? ഉത്തരം പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം ബോംബെ. വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ്? ഉത്തരം 1921. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇർവിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്?
ഉത്തരം ദാദാബായി നവറോജി. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം? ഉത്തരം 1919. ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം?